ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമുക്കിന്ന് വർക്കിൽ വന്നിട്ടുള്ളത് ഒരു 2024 മോഡൽ താറാണ് കേട്ടോ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു 2024 മോഡൽ താറാണ് നമുക്ക് വന്നിട്ടുള്ളത്. നമുക്ക് കോമൺ ആയിട്ട് നമുക്ക് ബ്ലാക്ക് കളർ താറാണ്. ഒരുപാട് താറ് കണ്ടിട്ടെങ്കിലും കൂടുതലായിട്ടും റോഡിലുള്ളത് ബ്ലാക്ക് കളർ താറാണ്. നമുക്ക് വന്നിട്ടുള്ളത് ഒരു വൈറ്റ് കളർ താറാണ് കേട്ടോ. ഈ വണ്ടിയിൽ നമുക്ക് ഒരുപാട് അപ്ഡേഷൻസും കാര്യങ്ങളും ചെയ്യാണ്ട്. ഈ വണ്ടി ഒഡീഷ രജിസ്ട്രേഷനാണ്. വണ്ടി ഓൾറെഡി ന്യൂ രജിസ്റ്റേർഡ് വെഹിക്കിളാണ്. നമ്പറും കാര്യങ്ങളും ആയിട്ടില്ല. അപ്പോൾ എന്തായാലും ഇത് വർക്ക് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ നമ്പറും കാര്യങ്ങളൊക്കെ സെറ്റാവും. ഫ്രണ്ട് ലുക്കിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ആ ഒരു സ്റ്റോക്ക് ലുക്കാണ് കേട്ടോ. നമ്മൾ സ്റ്റോക്ക് ബമ്പേഴ്സും അതേപോലെ തന്നെ സ്റ്റോക്ക് ഹെഡ് ലാമ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമ്മൾ അതൊന്നുമല്ല, നമ്മൾ ഫസ്റ്റ് ഒന്നും തുടങ്ങാം. ഫസ്റ്റ് നോക്കുമ്പോൾ നമ്മൾ ഈ ഒരു ഗ്രിൽ യൂണിറ്റാണ്. ഈ ഒരു ഗ്രിൽ യൂണിറ്റ് നമ്മൾ മൊത്തത്തിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു ഹെഡ് ലാമ്പ് യൂണിറ്റ് നമ്മൾ വ്രാംഗ്ലർ റുബിക്കോൺ ടൈപ്പ് ഹെഡ് ലാമ്പ് യൂണിറ്റും നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഫ്രണ്ട് ബമ്പർ കണ്ടോ. ഫ്രണ്ട് ബമ്പർ നമ്മൾ രണ്ട് രൂപത്തിൽ, അത് ഓഫ് റോഡും ഓൺ റോഡിനും പറ്റിയിട്ടുള്ള ഒരു ബമ്പേഴ്സാണ്. നമ്മൾ കുറച്ചധികം വെയ്റ്റ്സ് ഉള്ള മെറ്റലിൽ വരുന്ന ഒരു ഫ്രണ്ട് ബമ്പേഴ്സാണ് നമ്മൾ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫ്രണ്ട് ലുക്കിൽ നോക്കുമ്പോൾ നമ്മൾ ഹെഡ് ലാമ്പ്, ഗ്രില്ല്, ബമ്പർ, അതേപോലെ ഇൻഡിക്കേറ്റർ, ഈ ഒരു പോർഷൻ നമ്മൾ ഒരു LED ടൈപ്പിൽ വരുന്ന ഇൻഡിക്കേറ്ററാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഫോഗ് ലാമ്പ് ഇത് അപ്ഡേറ്റ് ആവും. കാരണം നമുക്ക് ആ ഒരു കിറ്റിൽ നമുക്ക് ഫ്രണ്ട് ബമ്പർ കിറ്റിൽ നമുക്ക് ഓൾറെഡി ഫോഗ് ലാമ്പ് ഇൻക്ലൂഡ് ആണ്. രണ്ട് രൂപത്തിലുള്ള വൈറ്റും അതേപോലെ തന്നെ യെല്ലോയിലും വരുന്ന രണ്ട്, ഞാൻ പറഞ്ഞല്ലോ ഡ്യൂൾ സിസ്റ്റമാണ്. രണ്ട് രൂപത്തിൽ നമുക്കത് ഫിക്സ് ചെയ്യാൻ പറ്റും, ഓഫ് റോഡും ഓൺ റോഡും. അപ്പോൾ അത് രണ്ട് രൂപത്തിലുള്ളതിൽ രണ്ട് രൂപത്തിന് വേണ്ടി രണ്ട് ഫോഗ് ലാമ്പ്സ് നമുക്ക് ആ ഒരു കിറ്റിൽ ഇൻക്ലൂഡ് ആണ് കേട്ടോ. പിന്നീട് നമ്മൾ ഇതാണ് നമ്മൾ റേഡിയേറ്റർ പ്രൊട്ടക്ഷൻ ഗാർഡ്. ഈ ഒരു ഗാർഡും നമ്മൾ മെറ്റൽ ചെയ്യുന്നുണ്ട്. ജസ്റ്റ് അത് ഒന്ന് കളർ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. സൈഡ് പോർഷനിൽ നോക്കുമ്പോൾ നമ്മൾ പ്രത്യേകിച്ചൊരു മാറ്റങ്ങളൊന്നുമില്ല. വീലിന് ചിലപ്പോൾ നമ്മൾ സ്പേസർ അടയും. അതേപോലെ തന്നെ നമ്മൾ ഈ ഡോറിൽ നമ്മൾ ഡോർ ഹിഞ്ച് നമ്മൾ വെക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ സൈഡിൽ വലിയൊരു മാറ്റങ്ങളും ചെയ്യുന്നില്ല. ജസ്റ്റ് ടിൻറ്റ്, നമുക്ക് നിയമം അനുവദിച്ചിട്ടുള്ള ഒരു ടിൻറ്റ് നമ്മൾ എന്തായാലും സൈഡ് ഗ്ലാസ്സിൽ ചെയ്യുന്നുണ്ട്. ഫൈനലി റിയർ പോർഷൻ ആട്ടോ. റിയർ പോർഷനിൽ നോക്കുമ്പോൾ നമ്മൾ ടൈൽ ലാമ്പ് യൂണിറ്റ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഈ ഒരു റിഫ്ലക്ടർ ലൈറ്റ് കണ്ടോ, ഇതും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു LED, ആ ഒരു ടൈൽ ലാമ്പിനോട് മാച്ച് ആയിട്ടുള്ള ആ ഒരു ലൈറ്റ്സ് നമ്മൾ അവിടെ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. ബാക്ക് പോർഷനിൽ നോക്കുമ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഈ വണ്ടിയിൽ ചെയ്യുന്നുള്ളൂ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ വണ്ടിയിൽ ചെയ്യാനുള്ള മാറ്റങ്ങൾ. നമ്മൾ ഗ്രില്ല് മാറ്റുന്നുണ്ട്, ബമ്പർ മാറ്റുന്നുണ്ട്, ഹെഡ് ലാമ്പ് മാറ്റുന്നുണ്ട്, ടൈൽ ലാമ്പ് മാറ്റുന്നുണ്ട്, അതേപോലെ തന്നെ ഇൻഡിക്കേറ്റർ, ബാക്ക് ബമ്പറിൽ റിഫ്ലക്ടർ മാറ്റുന്നുണ്ട്, ജസ്റ്റ് ടിൻറ്റും അടിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ വർക്ക് കണ്ടിന്യൂ ചെയ്യല്ലേ. നമ്മളുടെ വർക്കും കാര്യങ്ങളും കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ നമ്മളൊരു വണ്ടിയിൽ ചെയ്തിട്ടുണ്ട്. വണ്ടി രജിസ്ട്രേഷൻ കണ്ടല്ലോ, ഒഡീഷ രജിസ്ട്രേഷനാണ് കേട്ടോ.
അപ്പോൾ നമുക്കിതിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ചെയ്തതെന്നുള്ള ജസ്റ്റ് ഒന്ന് നോക്കിയാലോ. ഫസ്റ്റ് നോക്കുമ്പോൾ നമ്മൾ ആ ഒരു ഫ്രണ്ട് ഗ്രില്ലാട്ടോ, നമ്മളൊരു റാങ്ക്ലർ ടൈപ്പ് ഗ്രില്ല് നമ്മൾ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ABS ക്വാളിറ്റിയാണ്. പിന്നീട് നമ്മൾ ലൈറ്റ്സ് നോക്കുകയാണെങ്കിൽ നമ്മൾ ആ ഒരു റാങ്ക്ലർ ടൈപ്പ് ഹെഡ് ലാമ്പ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇൻഡിക്കേറ്ററും നമ്മൾ ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് DRL വിത്ത് ഇൻഡിക്കേറ്റർ നമ്മൾ വെച്ചിട്ടുണ്ട്. അതുപോലെ ഫ്രണ്ട് ബമ്പർ കണ്ടോ, റുബിക്കോൺ റാങ്ക്ലർ ടൈപ്പ് ആ ഒരു ഫ്രണ്ട് ബമ്പർ വിത്ത് മെറ്റലാണ് കേട്ടോ, പ്ലാസ്റ്റിക് അല്ല മെറ്റൽ, അതും നമ്മൾ ഈ ഒരു വണ്ടിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നീട് ഒരു സ്പെഷ്യൽ എന്ന് പറയുമ്പോൾ ഈ ഒരു പോർഷൻ കണ്ടോ, ഈ ഒരു പോർഷൻ നമ്മളൊരു വേറെ കളറിൽ ഒരു ബ്ലൂ കളറിലാണ് വെച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ റേഡിയേറ്റർ സപ്പോർട്ട് കണ്ടോ, ഈ ഒരു റേഡിയേറ്റർ ഗാർഡും നമ്മൾ ആ ഒരു ബ്ലൂ, ഇത് റെഡിലായിരുന്നു വന്നിരുന്നത്, അത് നമ്മൾ ബ്ലൂയിലേക്ക് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഫ്രണ്ട് ലുക്കിൽ നോക്കുമ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വണ്ടിയിൽ ചെയ്തിട്ടുള്ളത്. സെക്കൻഡ് പോർഷൻ നോക്കുമ്പോൾ നമുക്ക് റൂഫാണ് കേട്ടോ. റൂഫിൽ നമ്മൾ ആ ഒരു ഓറഞ്ച് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലെ മെറ്റൽ ടൈപ്പ് ലൈറ്റ്സ് നമ്മൾ റൂഫ് ലൈറ്റ്സ് നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ജസ്റ്റ് ഒരു ഷോക്ക് വേണ്ടിയിട്ട്, ഷോ പർപ്പസിന് മാത്രം വേണ്ടിയിട്ട് ഒരു സ്നോർഗലും നമ്മൾ ഈ ഒരു വണ്ടിയിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതേപോലെ സൈഡിൽ വരുമ്പോൾ നമ്മൾ ഡോർ വിഞ്ച് അതും നമ്മൾ ആ ഒരു ബ്ലൂ ആൻഡ് ബ്ലാക്ക് ഷെയ്ഡിലേക്ക് നമ്മൾ മാറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ സൈഡിലേക്ക് വരുമ്പോൾ നമ്മൾ കൂളിങ്, അതായത് ഗ്ലാസ് ടിൻറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്. വിത്ത് 4 ഗ്ലാസസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഫൈനലി നമ്മൾ റിയർ പോർഷനിലാണ്. റിയർ പോർഷനിൽ നോക്കുമ്പോൾ നമ്മൾ ടൈൽ ലാംപ്സ് ഒന്ന് അപ്ഡേറ്റ് ചെയ്തു. സ്കന്നിങ് മെട്രിക്സ് ടൈപ്പ് ആണ് നമ്മൾ ഷോർട്ട്സ് താഴെ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ബമ്പറിൽ വരുന്ന ഈ ഒരു റിഫ്ലക്ടറും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, വിത്ത് ലൈറ്റ്, പാർക്ക്, ഇൻഡിക്കേറ്റർ, ബ്രേക്ക് ഫംഗ്ഷനുള്ള ആ ഒരു ലൈറ്റ്സ് നമ്മൾ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മളൊരു വണ്ടിയിൽ ചെയ്തിട്ടുള്ളത്. മെയിൻലി നോക്കുമ്പോൾ നമ്മൾ ആ ഒരു ബമ്പർ തന്നെയാണ് കേട്ടോ. ബമ്പറിൻ്റെ ആ ഒരു ലൈറ്റ്സ്, ആ ഒരു ഫോഗ് ലാമ്പ് നമ്മൾ ആ ഒരു യെല്ലോ ഷെയ്ഡാണ് കൊടുത്തിട്ടുള്ളത്. കാരണം ഒരു വണ്ടീൻ്റെ ടോട്ടലി ലുക്ക് നോക്കാം, നമുക്ക് ഓൾറെഡി ഹെഡ് ലാമ്പ് യൂണിറ്റും അതേപോലെ തന്നെ ഇൻഡിക്കേറ്റർ DRL യൂണിറ്റും വൈറ്റിലാണ്. അപ്പോൾ നമുക്ക് എന്തുകൊണ്ടും ഇതിലേക്ക് മാച്ച് ആ ഒരു യെല്ലോ കളറാണ്. അപ്പോൾ അത് കാരണം നമ്മൾ ആ ഒരു ഫോഗ്, ഇത് ഡുവൽ 2 രൂപത്തിൽ നമുക്ക് ഈ ഒരു ബമ്പർ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് നമുക്കിപ്പോൾ ഒരു ഓൺ റോഡ് ടച്ചാണ്, ഇതൊരു ഓഫ് റോഡ് ടച്ചിലേക്കും ഈ ഒരു ബമ്പറിനെ നമുക്ക് കൺവേർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരു ഓഫ് റോഡ് ടച്ചിലേക്കുള്ള ആ ഒരു ലാംപ്സാണ് നമ്മൾ ഈ ഓൺ റോഡിൽ ചെയ്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു സ്റ്റോക്ക് ഫോഗ് ലാംപ്സ് നമുക്ക് അവൈലബിൾ ആണ്. പിന്നീട് എടുത്തു പറഞ്ഞൊരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മളൊരു സ്നോർഗലാണ് കേട്ടോ. നമ്മൾ ആ ഒരു ഷോക്ക് പർപ്പസിന് വേണ്ടിയിട്ട് നല്ല അടിപൊളി സ്നോർഗലും ഈ ഒരു വണ്ടിയിൽ ചെയ്തിട്ടുണ്ട്. നമ്മൾ മിക്ക വണ്ടികളും നമ്മൾ താറ് ബ്ലാക്കാണ് കാണാറ്, നമുക്ക് വന്നിട്ടുള്ളതൊരു വൈറ്റ് താറാണ്. എങ്കിലും നല്ല അടിപൊളി അട്രാക്റ്റീവ് ലുക്കിലേക്ക് നമ്മളൊരു താറിനെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു വർക്കുകൾ എത്രയും വർക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ജസ്റ്റ് നമ്മൾ F&F മോട്ടോർ സ്പോർട്സുമായിട്ട് നിങ്ങൾ കുറഞ്ഞ. അപ്പോൾ ഇനിയും മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരുന്നവരെ ബൈ.